പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിനിടെ ഗുരുതരമായ ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എത്തി. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കാര്യമായ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുലിന്റെ ആരോപണങ്ങളെല്ലാം. മഹാരാഷ്ട്ര വോട്ടർ പട്ടികയിൽ ഏകദേശം 70 ലക്ഷം പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്തിയതായി രാഹുൽ ഗാന്ധി ആരോപിച്ചു. അതായത് ഹിമാചൽ പ്രദേശിലെ വോട്ടർമാരെ മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഹിമാചൽ പ്രദേശിലെ വോട്ടിംഗ് ജനസംഖ്യ മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ടെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. ഹിമാചൽ പ്രദേശിലെ മുഴുവൻ ജനസംഖ്യയും മഹാരാഷ്ട്രയുടെ വോട്ടർ പട്ടികയിൽ ചേർത്തതായും ലോക്സഭാ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനുമിടയിൽ 70 ലക്ഷം പുതിയ വോട്ടർമാർ പെട്ടെന്നെത്തിയെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഷിർദിയിലെ ഒരു കെട്ടിടത്തിൽ 7000-ലധികം വോട്ടർമാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംശയാസ്പദമായ സംഭവം രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടി. ഈ പൊരുത്തക്കേടുകളുടെ നേട്ടം BJPക്കാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. പുതുതായി കണ്ടെത്തിയ വോട്ടർമാർ കൂടുതലും BJP സുരക്ഷിതമാക്കിയ മണ്ഡലങ്ങളിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇത് മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമഗ്രതയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തിയതായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ മഹാരാഷ്ട്ര, ഹരിയാന തിരഞ്ഞെടുപ്പുകളിലെ വോട്ടർ പട്ടിക കോൺഗ്രസിനും മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കും നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിച്ചുവെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഒന്നിലധികം അഭ്യർത്ഥനകൾ ഉണ്ടായിരുന്നിട്ടും അഭ്യർത്ഥിച്ച വിവരങ്ങൾ മറച്ചുവെക്കപ്പെട്ടു. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന്റെ വോട്ടർമാരുടെ പട്ടിക തങ്ങൾക്ക് നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹമുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വരുത്തിയ മാറ്റങ്ങളെയും കോൺഗ്രസ് നേതാവ് വിമർശിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങുന്ന ഒരു സമിതിയാണ് മുൻപ് ECയെ തിരഞ്ഞെടുത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ചീഫ് ജസ്റ്റിസിനെ ഈ പാനലിൽ നിന്ന് നീക്കിയത് എന്തുകൊണ്ടാണെന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുതിയാണ് വിജയിച്ചത്. 288 സീറ്റുകളിൽ 235ലും വിജയിച്ച ഭൂരിപക്ഷം ഉറപ്പിച്ചു. BJP മാത്രം 132 സീറ്റുകൾ നേടി. അതേസമയം നാളെയാണ് രാഷ്ട്രീയ പോരാട്ടത്തിനായി രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം AAPയുടെ മേൽക്കൈ ഇടിഞ്ഞുവെന്ന് BJP അവകാശപ്പെടുമ്പോൾ ത്രികോണ മത്സരത്തിന് മാറ്റുകൂട്ടാൻ കോൺഗ്രസ് ശക്തമായ പ്രചരണമാണ് നടത്തിവരുന്നത്. പരസ്യപ്രചരണം അവസാനിച്ചു കഴിഞ്ഞു. നാളെയാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഏറെ പ്രത്യേകതകളുള്ള ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്ന് ഒരിക്കലും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. എന്തെന്നാൽ AAP കഴിഞ്ഞ 2 തവണയും ഇവിടെ വ്യക്തമായ ഭൂരിപക്ഷത്തിന് വിജയിച്ചിരുന്നു. എന്നാൽ ഇക്കുറി അവർക്ക് ഏകപക്ഷീയ മുൻതൂക്കം അവകാശപ്പെടാനും കഴിയില്ല എന്നതാണ് ശ്രദ്ധേയം.